വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുണ്ട്. ഈ 114 സൂറത്തിലും ഓരോ സൂറത്തിൻ്റെയും ശ്രേഷ്ഠതകൾ വ്യത്യസ്തമാണ്. പല പല സൂറത്തുകൾക്ക് പല പല നേട്ടങ്ങളാണ്. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ഇത് ഇന്ന രോഗത്തിനുള്ള മരുന്നാണ്, ഇത് പനിക്കുള്ള മരുന്നാണ്, അല്ലെങ്കിൽ ഇത് ചുമക്കുള്ള മരുന്നാണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് കഴിച്ചാൽ നമ്മുടെ രോഗം പകുതി മാറും. ഇത് ഒരുപാട് ഗുളികയുണ്ട്, എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കുമ്പോൾ പോലെയല്ല ഓരോ ഗുളികയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുന്നത് എന്നതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് 15 വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ ചെറുതും വലുതുമായ സൂറത്തുകളാണ്. ആ സൂറത്തുകൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം, ഏതൊക്കെ സൂറത്താണെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ അവസാനം വരെ കാണാൻ മറക്കണ്ട. പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഈ ഷാബാനിലും ഇനി വരാനുള്ള റമളാൻ അത് കഴിഞ്ഞൊക്കെ ഉള്ള മാസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നമ്മൾ കൊണ്ടുപോവേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് പേര് പറയുന്നു, ഉസ്താദെ ഞങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഒരുപാട് പ്രയാസ പ്രതിസന്ധികളാണ്, എത്ര ഖുർആൻ ഓതിയിട്ടും എത്ര ദിക്ർ പറഞ്ഞിട്ടും ഞങ്ങളെ പ്രശ്നങ്ങൾ മാറുന്നില്ല. അങ്ങനെ ഖുർആൻ ഓതിയിട്ടും പ്രശ്നങ്ങൾ മാറാത്തതിൻ്റെ കാരണം ഒരൊറ്റ കാരണമാണ്. ആ കാരണം എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ 15 സൂറത്തുകളാണ് നമ്മൾ പറയുന്നത്. ഈ 15 സൂറത്തുകൾ എപ്പോഴാണ് ഓതേണ്ടത്, എങ്ങനെയാണ് ഓതേണ്ടത്, ഓതുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിൽ കരുതേണ്ടത്, വിശദമായി നമുക്ക് കേൾക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവാനും കുട്ടികളുടെ പരീക്ഷാ പേടി മാറാനും, അപ്പോൾ ആ പ്രയാസ പ്രതിസന്ധികൾ കുടുംബപരമായ പ്രശ്നങ്ങൾ മാറാൻ ഉള്ള സൂറത്തുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നു. അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് കൂടി ഇത് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, കരുണാഭാരതിയായി പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും മരിക്കുന്നതുവരെ ഈമാനോടെ ഇസ്തിഖാമത്തോടെ ഹിദായത്തിലായി ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കെലിമ പറഞ്ഞ മുസ്ലിമീങ്ങളായി മരണപ്പെടാനും കരുണാഭാരതിയായ പടച്ചവൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഷഅബാൻ, റമളാൻ, ഇനിയുള്ള അതിശ്രേഷ്ഠമായ മാസങ്ങളിലും ദിവസങ്ങളിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അതുവഴി സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ്. ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ അല്ലേ, അൽഹംദുലില്ലാ, നിങ്ങൾ സുബഹി നമസ്കാരത്തിന് ശേഷം ചിലപ്പോൾ യാസീൻ ഓതിയിട്ടുണ്ടാവാം, സൂറത്തുൽ വാഖിയ ഓതിയിട്ടുണ്ടാകാം, മുൽക്ക് ഓതിയിട്ടുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു സൂറത്ത് നമ്മൾ നിത്യമായി ഓതുന്നുണ്ട്. സൂറത്തുകൾ ഓതിയില്ല എങ്കിൽ നമ്മൾ ആയത്തുൽ കുർസിയെങ്കിലും ഓതാറുള്ളവരാണല്ലോ അല്ലേ. ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസിയൊക്കെ ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ നിത്യമായി ഓതുന്ന ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ നമ്മൾ ഓതുന്ന, അല്ലെങ്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഓതുന്ന പല സൂറത്തുകളുമുണ്ട്. വിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകൾക്കും വ്യത്യസ്തമായ ഗുണഫലങ്ങൾ ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതെല്ലാം നമ്മൾ പല സൂറത്തുകളുടെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ മുമ്പ് പലപ്പോഴും വിവരിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ നിത്യജീവിതത്തിൽ ഏത് പ്രയാസ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനൊക്കെ തടയാനും അതിനൊക്കെ വലിയ പരിഹാരം കാണാനും വിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് മതിയായതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ളത് ഷിഫയായിട്ടാണ്. ഷിഫാ മാത്രമല്ല വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്താണ്, നമുക്ക് കാരുണ്യമായിട്ടും രോഗശമനമായ രോഗശാന്തിയായിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന രോഗമാവട്ടെ, കടമാവട്ടെ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇന്ന് ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു സഹോദരൻ കണ്ടിട്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ആകെ ഒരു മോനാണുള്ളത്, അവനക്ക് 7 വയസ്സായിട്ടുള്ളൂ, പക്ഷെ അവൻ മൊബൈലിൻ്റെ അഡിക്റ്റാണ്. അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത മൊബൈലുമായി ബന്ധപ്പെട്ട് അവൻ്റെ ആ മൊബൈൽ ഇങ്ങനെ അവൻ ഉപയോഗിച്ച് അവൻ്റെ ശരീരം ഇങ്ങനെ ചൂടാവുകയും ശരീരം വിറക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, മൊബൈൽ ഞങ്ങൾ മാറ്റിവെച്ചു. മൊബൈലൊക്കെ മാറ്റി വെക്കുമ്പോഴും ഞാൻ അങ്ങ് ഓടിക്കളയും, ഞാൻ ഈ വീട് വിട്ടു പോകും എന്നൊക്കെ 6 വയസ്സ് 7 വയസ്സുള്ള പയ്യനാണ്.
ഞങ്ങൾക്ക് എന്താണ് ഇനി ചെയ്യേണ്ടതെന്നറിയില്ല. ഈ മകൻ്റെ മൊബൈൽ അഡിക്ഷൻ മാറാൻ ഞങ്ങൾ ഇനി എന്താണ് ഉസ്താദെ ചെയ്യേണ്ടത്? ആ മകനുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസത്തിലാണ്. അപ്പോൾ കുട്ടികൾ ഉണ്ടാവാതെ പല ആളുകളും പ്രയാസപ്പെടുന്നു. ഉള്ള കുട്ടികൾ ഈ സ്വഭാവം ഇങ്ങനെ പല രൂപത്തിലാകുമ്പോൾ അതിലും പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുള്ള, കുടുംബ കലഹങ്ങളുള്ള അല്ലേ, ഒരുപാട് കേസുകൾ നമുക്കറിയാം. സാമ്പത്തികമായ തകർച്ച, വീടില്ല, പ്രയാസം, പ്രശ്നം, ഇതൊക്കെ നമ്മളിൽ പല ആളുകൾക്കും പല രോഗങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്രയാസ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അള്ളാഹു തന്നെ നമുക്ക് തന്നിട്ടുണ്ട് വിശുദ്ധമായ ഖുർആനിലൂടെ, പല പല സൂറത്തുകളിലൂടെ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രയാസ പ്രതിസന്ധികൾക്കുമുള്ള മരുന്നായ വിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകളാണ്. നമുക്കറിയാവുന്ന സൂറത്തുകൾ തന്നെയാണ്. ഇത് പുതിയ പുതിയ സൂറത്തൊന്നുമല്ല. പക്ഷെ പല സൂറത്തിൻ്റെയും ശ്രേഷ്ഠത എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗുളികകൾ ഉണ്ടാകും, മരുന്നുകൾ ഉണ്ടാകും. ആ ഗുളിക ഇങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗുളിക ഇന്ന അസുഖത്തിനാണ് കഴിക്കുന്നത് എന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ടായാൽ നമുക്ക് എന്താ പറയുക, ആ ഗുളിക കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം ഉണ്ടാകും. ഇപ്പോൾ ഒരുപാട് ഗുളിക തന്നു ഡോക്ടർ, പനിക്ക്, ചുമക്ക്, അതുപോലെ ശ്വാസം മുട്ട്, അങ്ങനെ അല്ലെങ്കിൽ തലവേദന, അങ്ങനെ ഒരുപാട് ഗുളികകൾ നമ്മൾ കഴിക്കുന്നവരാണ്. അപ്പോൾ എല്ലാ ഗുളിക എടുത്ത് ഒരൊറ്റ വായിലേക്ക് ഇട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുന്നതും ഇത് പനിയുടെ ഗുളികയാണ്, പനിയുടെ ഗുളിക, അല്ലെങ്കിൽ ഇത് ചുമയുടെ ഗുളികയാണ്, ഇത് തലകറക്കത്തിൻ്റെ ഗുളികയാണ്, അങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി കഴിക്കുമ്പോൾ അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ എന്നതുപോലെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓത്തോടോത്ത് അത് നല്ലതാണ്. പക്ഷെ ഓതുന്ന ഓരോ ആയത്തുകൾക്കും സൂറത്തുകൾക്കും പ്രതിഫലങ്ങൾ മനസ്സിലാക്കി ഓതിയാൽ വലിയ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ള മുഴുവൻ അമലും അല്ലാഹു സ്വീകരിക്കട്ടെ. വരുന്ന മാസങ്ങളിലും വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറയുന്നത്, പല സഹോദരിമാരും വിളിച്ചിട്ട് പരാതി പറയുന്നു, പല സഹോദരങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. തുറന്ന ഒരു കാര്യം പറയുന്നുണ്ട്, ഉസ്താദേ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു, 5-6 വർഷം പ്രേമിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്, വലിയ തേനെ പാലെ പൊന്നെന്നൊക്കെ വിളിച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. കല്യാണം കഴിഞ്ഞ് 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ തനി നിറം, അവൻ ആ 6 വർഷം പുറത്തെടുക്കാത്ത അവൻ്റെ തനി നിറം, അല്ലെങ്കിൽ അവൾ 6 വർഷം പുറത്തെടുക്കാത്ത അവളുടെ തനി നിറം ഞങ്ങൾ കണ്ടു ഉസ്താദേ, അതായത് വളരെ മോശപ്പെട്ട സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് ത്വലാഖിലേക്ക് പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ലവ് മാരേജിൻ്റെ കല്യാണത്തിൽ മാത്രമല്ല, അല്ലാതെ അറേഞ്ച് മാരേജ് കഴിച്ചിട്ട് ഒക്കെ ഒരുപാട് പ്രശ്നത്തിലാകപ്പെട്ട, അതായത് കുടുംബ കലഹങ്ങളുള്ള ഒരുപാട് പേര് ദ്വാരക്കാൻ പറയാറുണ്ട്. അത് ഭാര്യയുടെ സ്വഭാവം മോശം, ഭർത്താവിൻ്റെ സ്വഭാവം മോശം, പിന്നെ സംശയരോഗം, അതുപോലെ തന്നെ പഴയ സ്നേഹമില്ല, അതുപോലെ ഇഷ്ടമില്ല, എപ്പോഴും വഴക്കാണ്, എപ്പോഴും ദേഷ്യമാണ്, എപ്പോഴും ഇയാളെനിക്ക് വേണ്ട അല്ലെങ്കിൽ ഇവളെനിക്ക് വേണ്ട, അങ്ങനത്തെ ചിന്തയാണ്, കല്യാണം കഴിച്ച് കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇനി പറയാത്ത ആളുകളും ഉണ്ടാകും, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാകും. ഈ കുടുംബപരമായി ദാമ്പത്യപരമായിട്ടുള്ള പ്രയാസ പ്രതിസന്ധികൾ മാറാൻ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു. വിശുദ്ധമായ ഖുർആനിലെ 20 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്താണ്, 73ാമത്തെ സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് തുടങ്ങുന്ന സൂറത്ത് നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണ്. ഏകദേശം 1.25 പേജേ ഉള്ളൂ, ചെറിയൊരു സൂറത്താണ്. അപ്പോൾ ഈ ഒരു സൂറത്ത് നമ്മൾ നിത്യമായി ഓതിക്കഴിഞ്ഞാൽ, അത് ഓതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നെയ്യത്ത് വേണം, പടച്ചോനെ എൻ്റെ ഈ ദാമ്പത്യപരമായ പ്രയാസ പ്രതിസന്ധികൾ എന്തെല്ലാം ഉണ്ടോ അത് ഈ പിശാച് ഉണ്ടാക്കുന്നതാണല്ലോ. അതായത് പിശാചിന് ഒരു പരിപാടിയുണ്ട്. അവൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ അവൻ്റെ കൂട്ടാളികളെ വിളിക്കും. അവൻ്റെ കൂട്ടാളികളെ വിളിച്ചിട്ട് ശൈത്വാൻ, വലിയ ഇബ്ലീസ് പറയും, ഞാൻ ഇരിക്കുന്ന ഈ സിംഹാസനം നിങ്ങളിൽ ഒരാൾക്ക് ഞാൻ തരും. അവർ ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണോ, ജനങ്ങളെ കൊണ്ട് ഏറ്റവും വലിയ തെറ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണോ അയാൾക്കായിരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു സിംഹാസനം കൊടുക്കുക. അങ്ങനെ എല്ലാവരും പോകും. എല്ലാ പിശാചുക്കളും ദുനിയാവിൻ്റെ പല സ്ഥലത്തും ചെന്ന് ജനങ്ങളെ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് വൈകുന്നേര സമയമാകുമ്പോൾ എല്ലാ കുട്ടി പിശാചുക്കളും വരുമെന്നാണ്. എന്നിട്ട് ഓരോ ആളുകളും ചെയ്ത തെറ്റുകൾ പറയും. ഞാൻ ഇന്നാലിന്ന മനുഷ്യരെ കൊണ്ട് കള്ളു കുടിപ്പിച്ചു, ഞാൻ ഇന്നാലിന്ന മനുഷ്യരെ കൊണ്ട് മോഷണം നടത്തിപ്പിച്ചു, ഞാൻ ഇന്നാളെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിച്ചു, ഞാൻ ഇന്നാളെ കൊണ്ട് കളവ് പറയിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് ചെയ്യിപ്പിച്ച തെറ്റുകൾ ഈ ശൈത്താന്മാർ വന്ന് പറയുമ്പോൾ ഈ മുതിർന്ന ശൈത്താൻ പറയും, ഇതൊക്കെ ചെറിയ തെറ്റാണ്, ഇതൊക്കെ ചെറിയ തെറ്റാൻ, മാറി നിൽക്കുക, ഇതൊക്കെ ചെറിയ തെറ്റാൻ, ഇതിനേക്കാൾ വലിയത് ആരാ ചെയ്തത്? അപ്പോഴാണ് ഏറ്റവും അവസാനം ഒരു ശൈത്താൻ വരും. എന്നിട്ട് അവൻ പറയും, ഞാൻ ഇന്ന് 2 കുടുംബങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കിപ്പിച്ചു, ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിൽ, അവരക്കിടയിൽ ഞാൻ ഒരുപാട് മോശത്തരങ്ങൾ ചെയ്യിപ്പിച്ചു, അതായത് അവരെ കൊണ്ട് വഴക്കിടിപ്പിച്ചു, അവരവസാനം പിണങ്ങി
എന്ന് പറയുമ്പോൾ ആ വലിയ ശൈത്താൻ എഴുന്നേറ്റ് ആ ചെറിയ ശൈത്താനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നാണ്. ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുമെന്നാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് കണ്ടിട്ട് ഇബ്ലീസ് പൊട്ടിച്ചിരിക്കുമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു കുടുംബ കലഹങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ വിശുദ്ധമായ ഖുർആനിലെ വലിയ ശ്രേഷ്ഠതയുള്ള സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്തുൽ മുസമ്മിൽ എല്ലാ ദിവസവും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ഓതാൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഖൈറുണ്ടാകും. അല്ലാഹു തആല നിലനിർത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ സൂറത്ത് നമ്മൾ ഏകദേശം ഒരു 15 സൂറത്താണ്. ഒരുപാട് സൂറത്തുണ്ട്, 114 സൂറത്തുണ്ടല്ലോ. അത് മൊത്തം പറയാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവും. ഒരു 15 സൂറത്ത് വേഗത്തിൽ പറയാം. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള, ഇപ്പോൾ ആർക്കാണോ ഇതുപോലുള്ള പ്രയാസങ്ങളുള്ളത്, ചില ആളുകൾക്ക് കുടുംബകലഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് അവർ ഓതാതിരിക്കണം എന്നല്ല പറയുന്നത്, അവർക്കും ഓതാം ഇനി പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കല്യാണം കഴിഞ്ഞ 16 വർഷം 15 വർഷം 30 വർഷമൊക്കെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്, വാപ്പമാർ അല്ലേ, ഒരുപാട് സഹോദരന്മാർ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു വലിയ ഖൈറായ ഒരു കാര്യമാണ് പറയുന്നത്. സന്താന ലബ്ധിക്കും അതുപോലെ തന്നെ ഉള്ള സന്താനങ്ങൾ നന്നാവാനും അതുപോലെ തന്നെ ഉള്ള സന്താനങ്ങൾ നമുക്ക് ഖൈറായി വരാൻ, ദുനിയാവിലും ഖൈറാവണം ആഖിറത്തിലും ഖൈറാവണം. അതിലെന്താണ്? വിശുദ്ധമായ ഖുർആനിലെ 21ാമത്തെ സൂറത്താകുന്ന 112 ആയത്തുകൾ മാത്രമുള്ള സൂറത്തുൽ അംബിയാ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല 90 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കുട്ടിയെ കൊടുത്തത്. അപ്പോൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, മറ്റ് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അംബിയാ. അപ്പോൾ സൂറത്തുൽ അംബിയാ നമ്മൾക്ക് എല്ലാ ദിവസവും ഓതാൻ പറ്റിയാൽ അത്രയും ഖൈറാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസം, ഇന്ന് ഓതി നാളെ ഓതിയില്ല, മറ്റന്നാൾ ഓതി അതിൻ്റെ പിറ്റേന്ന് ഓതിയില്ല, അങ്ങനെ ഒന്നിടവിട്ട ദിവസമെങ്കിലും നമ്മൾ ഈ ഒരു സൂറത്തുൽ അംബിയാ ഓതിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പടച്ചോനെ എനിക്ക് ഖൈറായ മക്കൾ ഉണ്ടാവണം, അള്ളാഹു എൻ്റെ ഈ മക്കളെ നീ ഖൈറാക്കി തരണം, ആ രണ്ട് നിയ്യത്തും വെക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സൂറത്ത് ഇതാണ്. മൂന്നാമത്തേത് പല ആളുകളും പറയുന്നു, ഇപ്പോൾ പല ആളുകളെന്നല്ല, എനിക്ക് തന്നെ എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരുപാടുണ്ട്, നിങ്ങളുടെയൊക്കെ കുടുംബത്തിലുണ്ടാകും, പ്രായമായിട്ടും കല്യാണം ശരിയാവുന്നില്ല. ഒരുപാട് കല്യാണ ആലോചനകൾ വരുന്നുണ്ട്. ചിലപ്പോൾ പൊക്കം ശരിയാവില്ല, ചിലപ്പോൾ വണ്ണം ശരിയാവില്ല, ചിലപ്പോൾ സാമ്പത്തികം കൊണ്ടായിരിക്കും, ചിലപ്പോൾ കുടുംബപരമായിരിക്കും, ചിലപ്പോൾ ജോലിയായിരിക്കും, ചിലപ്പോൾ പഠിത്തം ആയിരിക്കും, ചിലപ്പോൾ ശരീരത്തിൻ്റെ കളറായിരിക്കും. അങ്ങനെ പല പ്രശ്നങ്ങൾ പറഞ്ഞ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒരാൾക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ എന്താ പറയുക ചെറുക്കിന് ഇഷ്ടപ്പെടും, വാപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഒക്കെ ഈ കല്യാണം ശരിയാവാതെ 10-30 വയസ്സായ ചെറുപ്പക്കാരികളെ എനിക്ക് തന്നെ അറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആരൊക്കെ പ്രയാസപ്പെടുന്നോ ഞാൻ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സൂറത്താണ്. അതായത് വിവാഹം ശരിയാവാത്തവർ, ആലോചനകൾ മുടങ്ങിപ്പോകുന്നു, പല കാരണങ്ങൾ, അവർക്കുള്ള ഒരു വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അത് ഇച്ചിരി വലിയ സൂറത്താണ്. അത് ഞാൻ ഈ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഓതാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഒരു ദിവസം അതിൻ്റെ പകുതി ഓതുക, അടുത്ത ദിവസം അത് പൂർണ്ണമായിട്ട് ഓതുക. അപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം സൂറത്തുൽ ഹജ്ജ് ഓതുക. അത് വിശുദ്ധമായ ഖുർആനിലെ 22ാമത്തെ സൂറത്താണ്. 78 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അപ്പോൾ സൂറത്തുൽ ഹജ്ജ് അല്ലെങ്കിൽ ഇന്ന് ഓതി നാളെ ഓതിയില്ല, മറ്റന്നാൾ ഓതി, അങ്ങനെ ഇടവിട്ട് ഓതിയാലും മതിയാകുന്നതാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നാലാമതായി നമ്മൾ പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു കാര്യമാണല്ലോ വസ്വാസ് ഉണ്ടാവുക. ഒളു കൊടുത്തിട്ട് ശരിയായോ, നിസ്കാരത്തിൽ നിയ്യത്ത് വെച്ചിരുന്നോ, അല്ലെങ്കിൽ അത് ചെയ്തായിരുന്നോ ഇത് ചെയ്തായിരുന്നോ, ഇങ്ങനെ വസ്വാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് നോക്കിയാൽ മനസ്സിലാകും. അപ്പോൾ ഈ വസ്വാസുമായി ബന്ധപ്പെട്ട ഒരു തൃപ്തിയില്ലായ്മ, ഒരു കാര്യം ചെയ്താൽ ഒരു തൃപ്തിയില്ല, അത് ശരിയായിട്ടില്ലേ, അത് ഇബാദത്തിൽ മാത്രമല്ല മറ്റു കാര്യങ്ങളിലും ഉണ്ടാകും. ഇപ്പോൾ സ്ത്രീകളെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പാത്രം കഴുകി വെച്ചു, എന്നിട്ട് വീണ്ടും സംശയം അത് സോപ്പ് പോയോ, വീണ്ടും എടുത്ത് കഴുകും, പിന്നെ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് സോപ്പ് പൊടി അവിടെ ഉണ്ടോ, ആ സോപ്പ് പറ്റിപ്പിടിച്ചിട്ടുണ്ടോ, ഇങ്ങനെ സംശയം, അത് പാത്രം കഴുകിയോ, ഇങ്ങനെ വസ്വാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ 114ാമത്തെ സൂറത്ത്, വിശുദ്ധമായ ഖുർആനിൽ അതിശ്രേഷ്ഠമായ സൂറത്തുകൾ ഒന്നാണ് സൂറത്തുൻ നാസ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന സൂറത്ത് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സമയത്ത്, അതായത് വസ്വാസ് ഉണ്ടാകുന്ന സമയത്ത് ഓതി ശരീരത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക.
അല്ലെങ്കിൽ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്തുൻ നാസ് ഓതാൻ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് വസ്വാസുപരമായ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് വലിയ കാവലുണ്ടാകുന്നതാണ്. അഞ്ചാമത്തേത് ഗർഭിണികളായ സഹോദരിമാർ ഓതേണ്ട ഒരു സൂറത്താണ്. അതായത് സ്വാലിഹായ സന്താനങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പ്രസവകരമായ കാര്യങ്ങൾ എളുപ്പത്തിലാകാനും വിശുദ്ധമായ ഖുർആനിലെ 19ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ മറിയം. സൂറത്ത് മറിയം അത് നമ്മൾ ഗർഭിണികൾ ആദ്യത്തെ 3 മാസം ഏത് സൂറത്ത്, രണ്ടാമത്തെ 3 മാസം ഏത് സൂറത്ത്, മൂന്നാമത്തെ 3 മാസം ഏത് സൂറത്ത്, എല്ലാ ദിവസവും ഓതേണ്ട സൂറത്ത്, ഇങ്ങനെ വ്യക്തമായി തരംതിരിച്ച് പറഞ്ഞ ഒരു വീഡിയോ അതും നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ്. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രോസസ്സിങ് പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിലാവാൻ സൂറത്തുൽ മറിയം അത് നിത്യമായി ഓതാൻ പറ്റിയാൽ ഖൈറാണ്. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസമെങ്കിലും ഓതാൻ ശ്രദ്ധിക്കുക. അടുത്തതായി നമ്മൾ പറയുന്നത് ഈ ഗർഭിണികളായ സഹോദരിമാർ തന്നെ സുഖപ്രസവത്തിനും പ്രസവാനന്തരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പോൾ ചില സഹോദരിമാർക്ക് ഈ പാലില്ലാതെ വരുന്ന ഒരു പ്രയാസം ഉണ്ടാകും. എന്നിട്ട് പിന്നെ കുട്ടിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ചില പൊടിയൊക്കെ കലക്കി പാലിന് പകരം കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രയാസ പ്രതിസന്ധി അതൊക്കെ ഉണ്ടാവാതിരിക്കാനും അതുപോലെ തന്നെ ആ ജനിക്കുന്ന കുട്ടി നമുക്ക് ഉപകാരമുള്ള കുട്ടിയാവാനും ഒക്കെയുള്ള ഒരു സൂറത്താണ് വിശുദ്ധമായ ഖുർആനിലെ 84ാമത്തെ സൂറത്ത്. ഗർഭിണികളായ സഹോദരിമാർ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ പ്രസവത്തിൻ്റെ ആ ഒരു ദിവസം വരെ പറ്റുമെങ്കിൽ ഓതാൻ അതിശ്രേഷ്ഠമായൊരു സൂറത്താണ് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇൻഷിഖാഖ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ 7ാം മാസത്തെ സ്കാൻ, 9ാം മാസത്തെ സ്കാൻ, 5ാം മാസത്തെ സ്കാൻ, ആ സ്കാനൊക്കെ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് പോയാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ, കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതൊന്നും ഉണ്ടാവാതെ എല്ലാം നോർമലായി മാറാൻ ഈ സൂറത്ത് ഉപകാരപ്പെടുന്നതാണ്. സൂറത്തുൽ ഇൻഷിഖാഖ് ഖുർആനിലെ 84ാമത്തെ സൂറത്താണ്. നമ്മൾ പറയുന്നത് 7ാമതായി പറയുന്നത്, അതായത് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. രാത്രി കരച്ചിലാണ്, ഉറക്കത്തിൽ ഞെട്ടലാണ്, അല്ലെങ്കിൽ വാശിയാണ്, മോശം സ്വഭാവമാണ്, എപ്പോഴും രോഗമാണ്. ഇങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, രോഗങ്ങൾ മാറാൻ വിശുദ്ധമായ ഖുർആനിലെ 88ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഗാശിയ, ഹൽ അത്താക ഹദീസുൽ ഗാശിയ എന്ന് പറയുന്ന സൂറത്ത്. അപ്പോൾ ആ സൂറത്ത് നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 8ാമതായി നമ്മൾ പറയുന്നത് സൂറത്തുൽ ഫലഖാൻ, അല്ലേ? വിശുദ്ധമായ ഖുർആനിലെ 113ാമത്തെ സൂറത്താണ്. കണ്ണേർ, സിഹർ, കൊതി, ചെറിയ കുട്ടികൾക്കുള്ള ഫിക്സ് രോഗമുണ്ടാവുമല്ലോ, അതുപോലെ അസൂയ, അങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഈ ശൈത്താൻ പരമായ ഉപദ്രവങ്ങളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ സൂറത്തുൽ ഫലക്ക് ബെസ്റ്റ് മരുന്നാണ്. അത് ബെസ്റ്റ് സൂറത്താണ്. അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാകുന്ന മറവി രോഗം, പഠനത്തിൽ അലസത, എക്സാം പേടി, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. കുട്ടികൾക്ക് പേടിയാണ്, പരീക്ഷാ പേടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറാൻ എല്ലാ നമസ്കാരത്തിന് ശേഷവും വലത് കൈ നമ്മുടെ നെഞ്ചിൽ വെച്ചിട്ട് സൂറത്തു ഷറഹ് ഓതുക. അലം നശ്റഹ് ലക സദ്റക് എന്ന് പറയുന്ന സൂറത്ത് വിശുദ്ധമായ ഖുർആനിലെ 94ാമത്തെ സൂറത്താണ്. ആ സൂറത്ത് നമുക്ക് ഓതാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഓതാറുള്ള സൂറത്താണല്ലോ വിശുദ്ധമായ ഖുർആനിലെ 56ാമത്തെ സൂറത്ത് സൂറത്തുൽ വാഖിഅ. ദാരിദ്ര്യം, കടം, സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ മാറാൻ ആ സൂറത്ത് ബെസ്റ്റാണ്. 11ാമതായി നമ്മൾ നോക്കുന്നത് വിശുദ്ധമായ ഖുർആനിലെ 67ാമത്തെ സൂറത്ത് സൂറത്തുൽ മുൽക്ക്. അതിൻ്റെ ശ്രേഷ്ഠ നമ്മൾ പറയേണ്ട കാര്യമില്ല, നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ കൂടി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഖബർ വിശാലമാവാനും ജീവിതത്തിൽ ഖൈറുണ്ടാവാനും ജോലിയില്ലാത്തവരെ ഖൈറായ ജോലി കിട്ടാനും അവർക്കത് ആ സൂറത്ത് നിത്യമാക്കാവുന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഓതുന്ന സൂറത്ത് യാസീൻ, ഖുർആനിലെ 36ാമത്തെ സൂറത്ത്. 12ാമത്തെ നമ്മൾ പറയുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. നല്ല മരണമുണ്ടാവാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും കുടുംബത്തിൽ ഖൈറുണ്ടാവാനും ജീവിതത്തിൽ വിശാലത ഉണ്ടാവാനും മരണപ്പെട്ടു പോയവർക്ക് ഒരു ഹദിയായിട്ട് കൊടുക്കാനൊക്കെ പറ്റിയ ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. പിന്നെ 13ാമതായി നമ്മൾ നോക്കുന്നത് സൂറത്തുൽ ഫതഹാൻ. സൂറത്തുൽ ഫതഹിൻ്റെ പ്രതിഫലം എന്താ? എന്ത് ചെയ്തിട്ടും കച്ചവടം ലാഭം കിട്ടുന്നില്ല, വീടിൽ ബറക്കത്തില്ല, ജോലിയിലൊരു ഖൈറില്ല, അല്ലെങ്കിൽ വാഹനത്തിലൊരു ഖൈറില്ല, അല്ലെങ്കിൽ മക്കളിലൊരു ഖൈറില്ല, അങ്ങനെ എന്താണോ ഒരു പ്രയാസ പ്രതിസന്ധിയായി നമുക്ക് തോന്നുന്നത് അതൊക്കെ മാറാൻ നല്ല നിയ്യത്തിൽ എന്താണോ പ്രയാസം അത് നമ്മൾ മനസ്സിൽ കരുതി ആ പ്രയാസം മാറാനുള്ള നിയ്യത്തനുസരിച്ച് ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിലെ 48ാമത്തെ സൂറത്താകുന്ന സൂറത്തുൽ ഫതഹ് ഓതി നമ്മൾ ഒരു വെള്ളത്തിൽ ഊതി കുറച്ച് വെള്ളമെടുത്തിട്ട് അതിൽ ഊതിയിട്ട് അത് കുടിക്കാനും
ഓതാനും പറ്റും. അത് നമ്മുടെ ശരീരത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് നമ്മൾക്ക് സ്വന്തമായിട്ട് മന്ത്രിക്കാനും പറ്റിയ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. 14-ാമത്തെ സൂറത്ത് വിശുദ്ധമായ ഖുർആനിലെ 18-ാമതായി അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള സൂറത്താണ്. അതായത് അപകടങ്ങളെ തൊട്ട് മാറാൻ, കടങ്ങൾ മാറാൻ, അതുപോലെ തന്നെ ദജ്ജാലിൻ്റെ ഉപദ്രവത്തൊട്ടുള്ള കാവൽ കിട്ടാൻ, ആഖിറത്തിൽ വെളിച്ചം കിട്ടാൻ വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ സൂറത്തുൽ കഹ്ഫ്. അത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഓതാറുള്ളതാണ്. വെള്ളിയാഴ്ച രാവിലെ ഓതാം. 15-ാമതായി സൂറത്തുൽ ഹശ്ർ വിശുദ്ധമായ ഖുർആനിലെ 59-ാമത്തെ സൂറത്താണ്. 70,000 മലക്കുകളുടെ കാവലുണ്ടാകും. 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആരക്കും. സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടും. അതൊക്കെയുള്ള അതിശ്രേഷ്ഠമായൊരു സൂറത്താണ് സൂറത്തുൽ ഹശ്ർ. ഖുർആനിലെ 59-ാമത്തെ സൂറത്താണ്. അതിലാണ് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന നമ്മൾ സാധാരണ എല്ലാ ദിവസവും ഓതാറുള്ള ആ ആയത്തുകളുള്ളത്. അപ്പോൾ 15 സൂറത്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ 15 സൂറത്തിന് വ്യത്യസ്തമായ ഗുണങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി എന്താണോ നമ്മുടെ പ്രയാസ പ്രതിസന്ധി അത് മാറാൻ ആ സൂറത്തുകൾ നമ്മൾ നിത്യമായി പാരായണം ചെയ്യുക. എന്നിട്ടും നമ്മൾ ദുആരക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള സൂറത്തുകൾ നിത്യമായി, ഇതിപ്പോൾ റജബിലല്ല, ഷഅബാനിലല്ല, റമദാനിലല്ല, എല്ലാ മാസത്തിലും ദിവസത്തിലും നമുക്ക് ഓതാൻ പറ്റിയ സൂറത്തുകളാണ്. അല്ലാഹു തആല ഇതെല്ലാം നിത്യമാക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് നല്ല സന്തോഷ വാർത്തകൾ പറയാറുണ്ട്. അവരുടെ വീടുമായി ബന്ധപ്പെട്ട, കുടുംബവുമായി ബന്ധപ്പെട്ട, മക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതുപോലെ തന്നെ വലിയ പ്രയാസങ്ങളിലുള്ളവർ, രോഗങ്ങളുള്ളവർ, കടങ്ങളുള്ളവർ, അള്ളാഹു എല്ലാവരുടെയും പ്രയാസ പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും ജീവിതത്തിൽ ഖൈറും സലാമത്തും അള്ളാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പരിപാവനമായ ഈ ശഅബാൻ മാസത്തിലും ഇനി വരാനുള്ള അതിശ്രേഷ്ഠമായ റമദാനിലും ഒരുപാട് നന്മകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അതുവഴി സ്വർഗത്തിൽ കടക്കുവാനും അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.